എറണാകുളം വൈപ്പിനിലെ ഷിപ്പ്യാർഡിൽ വിദേശ ബാർജിന് തീപിടിച്ചു. അറ്റകുറ്റപ്പണിക്കായി എത്തിയ കപ്പലിലാണ് പുലർച്ചെ തീ പടർന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തുടരുകയാണ്. വൈപ്പിൻ കാളമുക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ഷിപ്പ്യാർഡിലാണ് വൻ തീപിടുത്തമുണ്ടായത്. സീ ബ്ലൂ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കായി നങ്കൂരമിട്ടിരുന്ന വിദേശ ബാർജിന്റെ എഞ്ചിൻ ഭാഗത്തു നിന്നാണ് പുലർച്ചെ 4 മണിയോടെ പുകയും തീയും ഉയർന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേനയുടെ 7ഓളം യൂണിറ്റുകൾ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല. തീ അതിവേഗം കപ്പലിന്റെ മുകൾ ഭാഗങ്ങളിലേക്കും വ്യാപിച്ചതോടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമായി. അറ്റകുറ്റപ്പണികൾ കഴിഞ്ഞ് അടുത്തിടെ പരീക്ഷണ ഓട്ടം നടത്തിയ ബാർജായതിനാൽ ഇന്ധനം ശേഷിച്ചിരിക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. കൂടാതെ പെയിന്റ് ഉൾപ്പെടെയുള്ള ജ്വലനശേഷിയുള്ള വസ്തുക്കൾ കത്തുന്നതും കനത്ത പുക ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇത് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളെ ബാധിക്കുന്നതായി അഗ്നിശമന സേന അറിയിച്ചു. സമീപത്ത് മറ്റ് കപ്പലുകളും ബോട്ടുകളും ഉള്ളതിനാൽ തീ പടരാതിരിക്കാൻ പ്രത്യേക മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ഷിപ്പ്യാർഡിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും പ്രദേശവാസികൾ ആരോപണവുമായി രംഗത്തെത്തി. ലൈസൻസ് ഇല്ലാതെയും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചുമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സ്കൂളിന് സമീപം പ്രവർത്തിക്കുന്ന യാർഡിൽ നിന്നുള്ള ശബ്ദവായു മലിനീകരണം നേരത്തെ തന്നെ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നുവെന്നും പ്രദേശവാസികൾ പറയുന്നു. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. അപകടത്തിൽ അറ്റകുറ്റപ്പണിക്കായി ഉപയോഗിച്ച ഉപകരണങ്ങളുടെ പങ്ക് ഉൾപ്പെടെ പരിശോധിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ ടൈം, പറവൂർ.